അത് കഴിഞ്ഞിട്ട് അവളുടെ അമ്മയെ ഇറക്കറ്റി. അനിയത്തി അധികം ഞാൻ കണ്ടിട്ടില്ല. ഫാമിലി കംപ്ലീറ്റ് ഇങ്ങനെ സൈബർ അറ്റാക്ക്. ഇതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തത്? ഒരു ബിഗ് ബോസിൽ പോയി ഒരു 14 ദിവസം നിന്നതാ. സിൻസ് ഐ ഹാവ് ബീൻ റിസീവിംഗ് കണ്ടിന്യൂസ് മെസ്സേജസ് ഫ്രം ഹെയർ ഫാൻസ് ആൻഡ് ഫാമിലി. ബിഗ് ബോസ് സീസൺ 7-ൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച പ്രിയ സഹോദരി ആർജെ ബിൻസിമോൾ കുറച്ചായിട്ട് എയറിലാണെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആർജെ ബിൻസിമോൾ അങ്ങ് എയറിൽ നിൽക്കുന്ന ബിൻസിമോളെ താഴത്തേക്ക് വലിച്ചു കൊണ്ടുവരിക, കുറച്ച് സപ്പോർട്ടൊക്കെ കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ബിൻസിമോളുടെ ഒരു പ്രിയ കൂട്ടുകാരൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഈ സപ്പോർട്ട് കൊടുക്കുന്നതിനകത്തൂടെ ആശാന് കുറച്ച് റീച്ച്, അതായിരിക്കും അവൻ്റെ ഉദ്ദേശം. അല്ലാതെ പ്രത്യേകിച്ച് ബിൻസിമോളോടുള്ള സ്നേഹം മൂത്തിട്ടാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ബിൻസിമോളുടെ കൂട്ടുകാരൻ ബിൻസിമോളിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. കൂടാതെ നമ്മുടെ അനുമോൾക്ക് വേണ്ടി PR ചെയ്ത PR വിനുചേട്ടനില്ലയോ, ഈ PR വിനുചേട്ടനും അനുമോളും തമ്മിൽ അത്ര രസത്തിലല്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അൺഫോളോ ചെയ്തു എന്നുള്ള കരകമ്പികളൊക്കെ ഇന്നലെ തൊട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മുടെ PR വിനുചേട്ടൻ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഒരു വീഡിയോ ആണ്. ഇതാണ് നമ്മുടെ PR വിനുചേട്ടൻ്റെ അക്കൗണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ വീഡിയോ ഇട്ടിട്ട് ഒരു ചെറിയ റൈറ്റിംഗ് ഉണ്ട് നമ്മുടെ PR വിനുചേട്ടൻ്റെ വക. ദിസ് ഈസ് നോട്ട് എ ക്ലാരിഫിക്കേഷൻ പോസ്റ്റ് ബട്ട് ഐ വാണ്ടഡ് ടു അഡ്രസ് സംതിങ് ബ്രീഫ്ലി. I woke up to various discussions on YouTube, some portraying me negatively, some portraying Anmol negatively. I do not wish to discuss or engage with any of it. Anmol negative പറഞ്ഞാനൊന്നും കണ്ടില്ല. Please give her the space she deserves. She is currently enjoying a very successful phase in her career and I felt it was best for me to step back, especially since I have been receiving continuous messages from her fans and family asking me to stay away from her. So I made the personal decision to maintain some distance. Anmol has absolutely nothing to do with any of this. She is a wonderful person. It is my choice to move forward with my life and projects. എന്നൊക്കെ പറഞ്ഞൊരു കഥ കണ്ടല്ലോ നിങ്ങൾ. ഇതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ചേട്ടന് കുറേ പേര് മെസ്സേജ് അയച്ചെന്ന്, പ്രത്യേകിച്ച് അനുമോളുടെ ഫാൻസും പിന്നെ ഫാമിലി കുടുംബവും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വിനുചേട്ടനോട്, പൊന്നുമോനെ നീ മാറി നിൽക്ക്, നീ കുറേ ആയല്ലോ അവളെ വിറ്റ് ഉണ്ടാക്കുന്നു, മതി നീ മാറി നിൽക്ക് എന്ന് പറഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കാം വിനുചേട്ടൻ മാറി നിൽക്കുന്നത്. ഇപ്പോൾ വിനുചേട്ടൻ അത് പറഞ്ഞില്ലെങ്കിലും നമുക്കെല്ലാവർക്കും മനസ്സിലാവും. വിനുചേട്ടാ മനസ്സിലായില്ല, ഞാൻ നിങ്ങളെ നെഗറ്റീവ് ആക്കാനോ അനുമോളെ നെഗറ്റീവ് ആക്കാനോ ഒന്നും ഞാനില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഈ അനുമോളുടെ പേരും പറഞ്ഞ് ചേട്ടൻ കുറേ അങ്ങ് ഉണ്ടാക്കിയല്ലോ, ഇല്ലേ? കുറച്ചധികം ഉണ്ടാക്കിയല്ലോ. അനുമോള് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ, ഞാനിപ്പോൾ ഈ ചേട്ടനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കറിയാം വീഡിയോ റീച്ച് ആവത്തില്ല, അടിച്ച് താത്തിയങ്ങ് ഇട്ട് കളയുക, എന്താണെന്ന് എനിക്കറിയത്തില്ല പ്രിയ പ്രേക്ഷകരെ. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയുക, പറ്റുമെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെയുള്ള ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. നമുക്ക് നോക്കാം ഇവനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കയറുമോ എന്ന്. കയറാറില്ല പൊതുവെ, കാരണം ഞാൻ സത്യങ്ങൾ പച്ചയ്ക്ക് അങ്ങോട്ട് അടിക്കാറുണ്ട് ഇവനെതിരെ. ഞാൻ ഈ PR വിനുവിനെ കാണുന്നത് ഈ അനുമോള് PR പറ്റി നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞതിന് ശേഷം ഒരു ദിവസം പെട്ടെന്ന് ഇവൻ ഒരു ഓൺലൈൻ ചാനലിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നിട്ട്, ഞാൻ അനുമോളുടെ PR ഒന്നുമല്ല, ഞാൻ OR ആണ്. ഈ ഓൺലൈൻ മീഡിയക്കാർ എങ്ങനെ അറിഞ്ഞു വിനുവേ നീ അനുവിൻ്റെ PR ആണെന്നും OR ആണെന്നും എന്ത് തേങ്ങയാണെന്നും വാട്ടെവർ ആയിക്കോട്ടെ, നീ PR OR എന്താണെങ്കിലും നീ അത് അനുവായിട്ട് നീ കണക്റ്റഡ് ആണെന്ന് അവരെങ്ങനെ അറിഞ്ഞു? നീ പറയാതെ അവരറിയത്തില്ലല്ലോ. അനുമോൾ എന്തായാലും നിന്റെ പേര് ഹൗസിനുള്ളിൽ പറഞ്ഞിട്ടില്ല. നീ ആയിട്ട് തന്നെ ഒരു ദിവസം ഓൺലൈൻ മീഡിയക്കാരുടെ മുമ്പിലോട്ട് അങ്ങോട്ട് പ്രത്യക്ഷപ്പെടുന്നു. അതിനുശേഷം പിന്നെ വിനുവിൻ്റെ കാലമായിരുന്നു. വിനുവേ വിനു, വിനുവേ വിനു, PR വിനു, അനുമോള് അവിടെ നിൽക്കാൻ കാരണം വിനു, എന്തൊക്കെയായിരുന്നു. സത്യം പറഞ്ഞാൽ ആ പെങ്കൊച്ചിനെ വെച്ച് ജീവിച്ചു നീ, വിറ്റ് ജീവിച്ചു നീ. ഇപ്പൊ കുറെ ദിവസങ്ങൾ ജീവിച്ചു, ഇനി മുന്നോട്ടും നീ അവളെ വിറ്റ് തന്നെയാടാ ജീവിക്കാൻ പോകുന്നത്. ഞാൻ അങ്ങനെ തന്നെ പറയും. അടുത്ത സീസൺ ബിഗ് ബോസ് വരുമ്പോഴത്തേക്ക് എല്ലാവരും തേടി പിടിച്ച് നിന്റെ പുറകെ വരും. നിന്റെ ആ മാർക്കറ്റിംഗ് കൊള്ളാം, മനസ്സിലായില്ലേ? സാധാരണക്കാർ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങനെ ചിന്തിക്കത്തില്ല. അവര് കാരണം അനുമോളെ സ്നേഹിക്കുന്നവരൊക്കെ ഒരുപാടുണ്ട്. അവർ ഓക്കെ അനുമോൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തവൻ നല്ല കുഞ്ഞെന്നും പറഞ്ഞ് കൈ തട്ടും. കുറെ തട്ടിച്ചല്ലോ നീ,
ഇല്ലേ? കുറെ നീ തട്ടിച്ചല്ലോ. പക്ഷെ മോനെ, എല്ലാവരും മണ്ടന്മാരല്ല, മനസ്സിലായില്ലേ? ഇപ്പൊ ഈ സാധാരണക്കാർ, പാവപ്പെട്ടവർ, നിനക്ക് വേണ്ടി കൈതട്ടിയവരാണെങ്കിലും ഇനി ഒന്ന് ചിന്തിക്കും. ശരിയാണല്ലോ, ഇവൻ ആ കൊച്ചിനെ വെച്ച് ജീവിക്കുമല്ലായിരുന്നോ? അവളുടെ പേരും പറഞ്ഞ് ഇന്റർവ്യൂകളിൽ കയറിയിരുന്ന് അങ്ങോട്ട് തകർത്തു മറയുന്നു. ഇവനൊരു ഇന്റർവ്യൂ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് ഇവിടെ കേൾപ്പിച്ചു തരാം. ഇതൊക്കെ കേട്ടപ്പോൾ പോലും ആരും ഇവനെതിരെ ഒന്നും ശബ്ദിച്ചില്ല. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവൻ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്, എന്തൊക്കെയാ ഇവൻ കാണിക്കുന്നത്. ഇവൻ സത്യം പറഞ്ഞാൽ അവനൊരു ബൂസ്റ്റ് കൊണ്ടുവന്നു. അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയെ യൂസ് ചെയ്ത് അവനൊരു പ്രൊമോഷൻ അവൻ തന്നെ ഉണ്ടാക്കിയെടുത്തു, പ്രൊമോട്ട് ചെയ്തു അവനെ ഗംഭീരമായിട്ട്. അടുത്ത സീസണിൽ ലക്ഷങ്ങളുമായിട്ട് ഇവന്റെ പുറകിൽ ആളുകൾ ക്യൂ നിൽക്കും. മനസ്സിലായില്ലേ? സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയെ തന്നെ ഇവൻ നശിപ്പിച്ചു, അങ്ങനെ ഞാൻ പറയും. സീരിയസ്ലി ഇവൻ നശിപ്പിച്ചു. PR കഴിഞ്ഞ സീസണിലും PR ഉണ്ടെന്ന് അറിയാം. PR എന്ന് പറഞ്ഞ സാധനം എല്ലാ സീസണിലും ഒരു മൂലയിലൂടെ നടന്ന് ഒതുങ്ങി പോയേനെ. പക്ഷെ ഇവൻ കളിക്കാൻ ഇറങ്ങി കളിക്കളത്തിൽ ഗംഭീരമായിട്ട്. അവൻ നല്ല താങ്ങ്, നല്ല സിക്സർ അടിച്ച് അവൻ കളിച്ചു. അങ്ങനെ തന്നെ ഞാൻ പറയും. അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ടുള്ള റൺസ് അവൻ ഇപ്പോഴേ ഉണ്ടാക്കി വെച്ചു. മനസ്സിലായോ? അടുത്ത സീസണിൽ ഇവന്റെ പുറകെ ആളുകൾ ചെല്ലാൻ വേണ്ടി, അതും അനുമോളെ വെച്ച്. എന്നിട്ട് അവൻ പറയുന്ന ഡയലോഗുകൾ, മെയിൻ ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ കാണിക്കാം. ഇവൻ ഇന്റർവ്യൂ പറഞ്ഞൊരു ഡയലോഗ്. അതിന് മുമ്പ് ഈ ഒരു സാധനം നിങ്ങൾ ഫസ്റ്റ് കാണണ്ടേ, ഇതൊന്ന് കണ്ടോണം. ഇവ പറയുന്നത് ശ്രദ്ധിച്ചോണം. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നല്ലേ? നിങ്ങളും അതേപോലെ തന്നെ ആണല്ലേ? ഓക്കെ, ഒറ്റയ്ക്ക് വഴി വെട്ടാനാണ് താല്പര്യം. പക്ഷേ അനുമോളുടെ വഴിയിൽ കയറിയിരുന്ന് കുഴിച്ച് അവിടെ ഒരു സ്വർണ്ണമരം മറ്റേ അവസ്ഥയിലാണ് ഇവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെ പറയും. ഒരു സ്വർണ്ണമരം അവൻ അങ്ങ് നട്ടു. സ്വർണ്ണമരം എന്നൊക്കെ കൊള്ളാമല്ലോ അല്ലേ? ആ ഒരു താങ്ങ്. എന്താണെങ്കിലും ഇരിക്കട്ടെ, കാര്യം പിടികിട്ടിയല്ലോ നിങ്ങൾക്ക്. അവൻ സ്വന്തമായിട്ട് എന്തായാലും വഴിവെട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറൊരാൾ പൊക്കോണ്ടിരുന്ന വഴിയിൽ കയറിയടേ, അവിടെ ഇരുന്നവൻ, അവൻ കുത്തിയിരുന്ന് അവിടെ കിളച്ച് മറ്റേ കുഴിച്ച് അവിടെ മാവ് നട്ട്, സ്വർണ്ണമരം എന്ന് പറയുന്നില്ല, മാവ് നട്ട് ആ മാവേല് സ്വർണം അങ്ങോട്ട് കായ്ച്ച് അത് പറിച്ച് തിരിഞ്ഞോണ്ടിരിക്കും അവൻ നല്ല വൃത്തിക്ക്. ആ മരം അവിടെ തന്നെ കാണും, അടുത്ത സീസൺ വരെയും കാണും, ഉറപ്പുള്ള കാര്യമാണ്. അടുത്ത സീസൺ വരെ, ചിലപ്പോൾ ഇടയ്ക്ക് കുറച്ച് നാളത്തേക്ക് അത് പൂക്കാതെ പോകും. അടുത്ത സീസൺ ആകുമ്പോൾ വീണ്ടും അത് പൂക്കും. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം കത്തിയില്ല, ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന്. അത്രേ ഉള്ളൂ. അവൻ സ്വന്തമായിട്ട് വഴിവെട്ടി വന്നവനാണ്. ആലോചിക്കണം നിങ്ങൾ. വഴിവെട്ടി വേറൊരാൾ പൊക്കോണ്ടിരുന്ന വഴിയിലോട്ട് കയറ്റി അവനൊരു ഒരു കനത്തൊരു വെട്ട്. ആ വെട്ട് തുടക്കം തൊട്ട് മനസ്സിലായ കുറച്ച് ആരെങ്കിലുമൊക്കെ കാണും, ഉറപ്പായിട്ടും കാണും. പിന്നെ മനസ്സിലായിട്ടും മിണ്ടാതിരുന്ന കുറേ ആളുകൾ കാണും. വേറെ ഒന്നും കൊണ്ടല്ല, ഓക്കെ ഇവൻ എന്ത് കാണിച്ചിട്ടാണെങ്കിലും അപ്പുറത്ത് അനുമോൾ കയറി പോകുന്നുണ്ടല്ലോ എന്നുള്ളൊരു സാധനം വെച്ച്. ഞാൻ അന്നും പറഞ്ഞതാണ്, ഇത് പിന്നെ തിരിഞ്ഞു കൊത്തും. അതുപോലെ തന്നെ ഇവൻ പറയുന്നൊരു ഡയലോഗ്, ഈ ഡയലോഗ് നിങ്ങളൊന്ന് കേട്ട്, ഇത് നിങ്ങൾ കേട്ടോണേ. ഞാൻ പറഞ്ഞു, ഞാൻ അനുമോളുടെ കൂടെ അല്ലായിരുന്നെങ്കിൽ അനുമോൾ എല്ലാവരും പിച്ച് ചെയ്യുന്നതാണ്. ഞാൻ എഴുതി വെച്ചാൽ അനുമോൾ ഒരു 50 ദിവസം 60 ദിവസം എവിക്റ്റായിട്ട്, നാണം കിട്ടിയ എവിക്റ്റായിട്ട്, ആ പെണ്ണിനെതിരെ അടുത്തൊരു 10 കൊല്ലത്തേക്ക് സൈബർ അറ്റാക്കും പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണ് വഴിയതാരാണ്. ഇവൻ ആരാ? നിങ്ങളിത് കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കും അന്നും ഞാൻ അന്നും ഈ സാധനം കണ്ടപ്പോൾ ഞാൻ അന്നെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവൻ എന്തോ ഈ പറയുന്നത്? ഇവനാണല്ല 50-60 ദിവസം അത്ര നിക്കത്തുണ്ടായിരുന്നുള്ളൂ അനുമോളെന്ന്, മനസ്സിലായോ? അതാവുമ്പോൾ അനുമോളെങ്കിൽ പോകുന്നേനെ, നാണം കെട്ടിറങ്ങി പോകുന്നേനെ അനുമോള്. എന്നിട്ട് അടുത്ത 10 കൊല്ലത്തേക്ക് അവിടെ സൈബർ അറ്റാക്ക് ചെയ്തിരുന്നത്. എൻ്റെ പൊന്ന് ചേട്ടാ, PR വിനുമാമ, ഇതിന് മുമ്പും ബിഗ് ബോസ് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു, ഇപ്പോഴാ കൊച്ചിനെ ആൾക്കാർ തെറി പറയാറില്ല, കൂടിപ്പോയ ഒരു 6 മാസം അല്ലെങ്കിൽ 3 മാസം അതിനകത്തുണ്ടായിരുന്ന അവസാനം നിന്നിരുന്ന ഒരു കണ്ടസ്റ്റന്റ്, പേര് പോലും ഞാൻ പറയുന്നില്ല, അനുമോള് ചെയ്തൊന്നും അല്ല, അതിൻ്റെ അപ്പുറത്തെ പരിപാടികൾ, പല രീതിയിലുള്ള കണ്ടന്റുകൾ അതിനകത്ത് കിടന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. തുമ്മിയിട്ട് കൊടുത്തിട്ടുണ്ട് ചായക്കകത്ത്. അങ്ങനെ ഒരു ഐറ്റം ഉണ്ടായിരുന്നേ കഴിഞ്ഞ സീസണിൽ. നല്ല കനത്തിൽ സൈബർ അറ്റാക്ക് മേടിച്ചു. പക്ഷെ കൂടിപ്പോയ ഒരു 3-4 മാസം. അതൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്കാർ വിട്രായി. ഇതിൻ്റെ ഒന്നും പുറകെ ഇരിക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. ഇതൊക്കെ കണ്ടതാണോടോ താൻ? എന്നിട്ടാണ് താൻ എടുത്ത് പറയുന്നത് അടുത്ത 10 വർഷത്തേക്ക് അനുമോളെ അങ്ങ് ഉണ്ടാക്കിയതിനെ എല്ലാവരും കൂടെ എന്ന്. മെല്ലെയൊക്കെ താങ്ങ് കേട്ടോ. പിന്നെ ഇവൻ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, അവൻ കാരണം അനുമോൾ ജയിച്ചടേ, അത്രേ ഉള്ളൂ. അതവൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാ. എന്നിട്ട് എല്ലാവരും ഇരുന്ന് കൈയടിച്ചു. ആർക്കും ഒന്നും പറയാനില്ലായിരുന്നു ഈ വർത്താനം കേട്ടിട്ടൊന്നും.
ഇന്ന് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ആൾക്കാർക്ക് കുറച്ചൊക്കെ കാര്യം മനസ്സിലായി, ഇവൻ ആ കൊച്ചിനെ വെച്ച് ഉണ്ടാക്കിയതാണെന്ന്. ബാക്കി കേക്ക്. ഞാൻ അതിൽ പ്രൗഡാണ്. ഞാൻ ആ പെണ്ണിൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ആ പെണ്ണ് ഇപ്പോൾ അവിടെ സർവൈവ് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. ആ പെണ്ണ് വിജയമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഐ ആം വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. ബിക്കോസ് എനിക്ക് എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നുണ്ട്. ആ കുട്ടി അവിടെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്, സർവ് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ആ വിന്നർ ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ കുട്ടിയുടെ കഴിവാണ്. ബിക്കോസ് എനിക്ക് അവിടെ പിടിച്ചിരുത്താൻ പറ്റില്ല, അവിടെ സർവൈവ് ചെയ്യുന്ന പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അത് ആ കുട്ടിയുടെ വിൽ പവറാണ്. എടാ എനിക്കൊരു സംശയം, നീ ഇപ്പൊ എന്തുവാ പറയുന്നത്? നീ കുറച്ച് മുമ്പ് എന്താ പറഞ്ഞത്? കുറച്ച് മുമ്പ് ഇവൻ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, ഇവൻ ഉള്ളത് കൊണ്ടാ, ഇല്ലെങ്കിൽ 50-ാമത്തെ 60-ാമത്തെ ഒക്കെ ദിവസം ആകുമ്പോഴത്തേക്ക് അവൾ നാണം കെട്ടിങ്ങി ഇറങ്ങി പോകുന്നതിനേന്ന്. ഇപ്പൊ അവൻ പറയുന്നത് എന്താ? ആ കൊച്ചിന്റെ കഴിവ് കൊണ്ടാ അവൾ അവിടെ പിടിച്ചു നിൽക്കുന്നത്. ഞാൻ ഉള്ളതുകൊണ്ടൊന്നും അല്ല. എവിടെങ്കിലും ഒരിടത്ത് നിൽക്ക്, എനിക്കതാ നിന്നോട് പറയാനുള്ള. ഫസ്റ്റ് തന്നെ ഒരിടത്ത് നിൽക്ക്. പിടി കിട്ടിയോ? നീ ഇല്ലായിരുന്നെങ്കിൽ വേറൊരു PR ടീം ഉണ്ടായിരുന്നായിരിക്കും, ഉറപ്പായിട്ടും ഉണ്ടാവും. വീഡിയോ ഒക്കെ കട്ട് ചെയ്ത് അവരിട്ട് ബൂസ്റ്റ് ചെയ്തോളൂടെ. എടേ അറ്റ് ലാസ്റ്റ് അനുമോൾ എന്ന് പറയുന്ന വ്യക്തി അതിനകത്ത് നിന്ന് കണ്ടന്റ് കൊടുത്തു, മനസ്സിലായല്ലോ? ഈ കണ്ടന്റ് ഒന്നും തള്ളില്ലായിരുന്നെങ്കിൽ, അവിടെ ഒന്നും അനുമോൾ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നീ പുറത്തിരുന്ന് നീ കൊണയടിക്കത്തില്ലായിരുന്നു. നിനക്ക് കട്ട് ചെയ്തിടാനും നിന്റെ ടീമിനെ കൊണ്ട് ഇടിയിപ്പിക്കാനും ഒന്നും കാണത്തില്ലായിരിക്കും, മനസ്സിലായില്ലേ? അതുകൊണ്ട് PR-ന്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് അനുമോൾക്ക്, ഇല്ലാന്ന് പറയുന്നില്ല. ഈ വീഡിയോ കട്ട് ചെയ്ത് കുറച്ചും കൂടെ ഹൈപ്പ് കൊടുത്തു, കുറെ ആൾക്കാരിലേക്ക് എത്തിച്ചു അനുമോൾ അവിടെ കരയുന്നതും പിടിക്കുന്നതും ഒക്കെ. പക്ഷെ അവളവിടെ കണ്ടന്റ് കൊടുത്തു, മനസ്സിലായോ? പിന്നെ അതിനകത്ത് നീ ഇല്ലായിരുന്നെങ്കിൽ അനുമോൾ നിക്കത്തില്ല, 60-ാം ദിവസം ഇറങ്ങി വരുന്നത്. എനിക്കത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല, നീ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലായേ, അത് വേറെ. അത് നീ പറയാതെ പറഞ്ഞു പോകുന്നുണ്ട്, വേറൊന്നുമല്ല. നീയാണ് സൂപ്പർ, ഞാനാണ് എല്ലാം. അനുമോളൊക്കെ അയ്യേ ഞാൻ മറ്റേ ഹെവി ആയിട്ട് ഇവിടെ നിന്ന് പുറത്തു നിന്ന് കളിക്കുന്നതുകൊണ്ട് നിന്ന് പോകുന്നു കൊച്ചി, ഇല്ലെങ്കിൽ 50-ാമത്തെ 60-ാമത്തെ ദിവസത്തിലാക്കി അയ്യേ അവൾ ഇറങ്ങി പുറത്ത് വരും, നാണം കെട്ട് പോയേനെ, 10 കൊല്ലത്തേക്കുള്ള സൈബർ അറ്റാക്കും ചെയ്തേനെ. ഞാനുള്ളത് കൊണ്ട് ഞാൻ സൂപ്പർ സ്റ്റാർ ആണല്ലോ. എൻ്റെ ഷർട്ട്, എൻ്റെ വാച്ച് സൂപ്പർ, ഞാൻ ഹെവി, ഒരു കണ്ണടിയും വെച്ച് ഞാൻ ഹെവി. എല്ലാ ഇൻ്റർവ്യൂവിലും ഇത് തന്നെ. ഇവൻ ആരുടെ ഈ സീസണിൽ അകത്തുണ്ടായിരുന്ന കണ്ടസ്റ്റൻസിന് കിട്ടിയതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഇവരുണ്ടാക്കി കൊടുത്തു. ഇവനെ വിമർശിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ കയറത്തുമില്ല. അതായിരുന്നു എൻ്റെ അവസ്ഥ. ബാക്കിയും കൂടെ കുറച്ച് കണ്ടോ, നമുക്ക് കുറച്ചും കൂടെ കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബിൻസി കൊച്ചിലേക്ക് പോകാനുണ്ട്. അവിടെ ഗംഭീര സാധനങ്ങൾ കിടക്കുക. ഇതൊന്ന് തീർത്തോ? ഏറ്റവും വീക്കായിട്ടുള്ള കുട്ടിയെന്ന് ജനങ്ങൾ വിധി എഴുതിയ പെണ്ണാട്ടത്. ഏറ്റവും വീക്കാണ്, ഏറ്റവും പെട്ടെന്ന് കരയുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ ലാസ്റ്റ് ആഴ്ച വിന്നർ ആകാൻ വേണ്ടി നിൽക്കുന്ന ആൾ. സോ ഡെഫിനറ്റ്ലി ആ പെണ്ണിൻ്റെ കഴിവ് ലോകം മനസ്സിലാക്കിയതുകൊണ്ടാണ് ആ പെണ്ണിനെ അവിടെ നിർത്തിയിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി അത് ഈ ആഴ്ച നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞായറാഴ്ച 7 മണിക്ക് 8 മണിക്ക് ലാലേട്ടൻ കൈ പൊക്കുന്ന അനുമോളെ ആയിരിക്കും. അപ്പോൾ ആൾക്കാർ കൈയിടും. ഈ സീസൺ നീ നശിപ്പിച്ച്, അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. എല്ലാം അവന് നേരത്തെ അറിയാമായിരുന്നു. ഈ ആഴ്ച ലാലേട്ടൻ അനുമോളുടെ കൈ വെക്കും. ഇത് നമ്മുടെ ഫിനാലേക്ക് മുമ്പുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു ഇവൻ കൊടുത്തത്. അതിന്റെ ക്ലിപ്പാണ് ഈ കാണിക്കുന്നത്. മനസ്സിലായല്ലേ നിങ്ങൾക്ക്? അവന് നേരത്തെ അറിയാമായിരുന്നു. ഇനിയിപ്പോ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അവൻ ജയിപ്പിക്കും അനുമോളെ. അത് ഡെഫിനറ്റ് ആയിരുന്നു. അവൻ്റെ പണി ചെയ്തോന്ന് ചോദിച്ചാൽ അവൻ പണി ചെയ്തിട്ടുണ്ട്, നല്ല കാര്യം. പക്ഷേ അതിൻ്റെ ഇടയ്ക്കൂടെ അവൻ ഉണ്ടാക്കിയത് ചെറിയ ഹൈപ്പൊന്നുമല്ല മോനെ. അവൻ ഹൈപ്പ് ഉണ്ടാക്കിയതിനകത്തും അല്ല നമുക്ക് ഈ പ്രശ്നം. പക്ഷേ ഈ ഷോയുടെ ഒരു ക്വാളിറ്റി അതില്ലാതായില്ലേടോ, അത്ര എനിക്ക് ചോദിക്കാനുള്ളൂ. പിന്നെ അവൻ തന്നെ പ്രത്യേകിച്ച് അവൻ്റെ ആ ഒരു വീഡിയോ, അവൻ ഇട്ടിരിക്കുന്ന ആ ഒരു റീൽ ഇട്ടിട്ടുള്ള റൈറ്റിംഗ് ഞാൻ കാണിച്ചില്ലേ, സത്യം പറഞ്ഞാൽ ഇവൻ അനുമോളെ നല്ല രീതിയിൽ ഉപയോഗിച്ചു. അത് അവൻ്റെ വീട്ടുകാർക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആ വീട്ടുകാർ കണ്ടു കാണും അനുമോൾ പുറത്തിറങ്ങുന്നതിന് മുമ്പ്. ഇവൻ തന്നെ പറയുന്ന അയ്യേ ഞാനില്ലായിരുന്നെങ്കിൽ അവൾ പോയേനെ, 50-ാമത്തെ ദിവസത്തിൽ പോയേ. എടേ ഇവൻ തന്നെ അനുമോക്ക് ഒരു സൈഡിൽ കൂടെ PR വർക്ക് ചെയ്ത് നല്ല ബൂസ്റ്റും കൊടുത്തു. ഇപ്പുറത്തെ സൈഡിൽ കൂടെ ചെറുതായിട്ട് അനുമോളെ ഒന്ന് താത്തി ഞാനാണ് വീരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻ്റെ ഒരു പ്രൊമോഷൻ, മനസ്സിലായോ? പൈസ കൊടുക്കാതെ ഇവനെ ഈ സീസണിൽ പ്രൊമോട്ട് ചെയ്തു അടുത്ത സീസണിലേക്ക് വേണ്ടി. ആ ഒരു വൃത്തികേട് നല്ല ഒന്നാന്തരമായിട്ട് നമ്മുടെ PR വിനുക്കുട്ടൻ ഈ സീസണിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇനി RJ ബിൻസി കേസ്. RJ ബിൻസിയുടെ ഒരു സുഹൃത്ത് കുറച്ച് കഥകൾ ഇരുന്ന് പറയുന്നത് കേട്ടു. എൻ്റെ പൊന്നു മോനെ, നീ നല്ലതിന് വേണ്ടിയിട്ട് ചെയ്തതാണെങ്കിൽ നിനക്ക് നല്ല ഒന്നും ഇതിനകത്തൊന്നും ഉണ്ടാവാൻ പറ്റത്തില്ല. പിന്നെ റീച്ച് നിനക്ക് കുറച്ച് കിട്ടും. ഇപ്പം നമ്മൾ കുറേ പേര് ഇതെടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കുറച്ച് റീച്ച് മോന് കിട്ടും. അതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. വീണ്ടും ആ കൊച്ചിനെ തെറി പറയിപ്പിക്കാൻ വേണ്ടി തന്നെ നീയൊക്കെ വന്ന് ഈ പരിപാടി കാണിക്കുന്നത്. ആൾക്കാരെ മണ്ടന്മാരാകാൻ ശ്രമിക്കല്ലേ മോനെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളിതൊന്ന് കണ്ടു തുടങ്ങും, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. കേട്ടോ? അങ്ങനെയാണ്, അങ്ങനെ വേണം പറയാനായിട്ട്. പിന്നെ എല്ലാവരും കൂടെ എടുത്തിട്ട് അലക്കണത് ഈ ഇന്റർവ്യൂവിന്റെ കേസാണ്.
ആകെ 14 ദിവസമേ നിന്നുള്ളൂ. പക്ഷേ പുറത്തുനിന്ന് ഒരു 10,000 ഇൻ്റർവ്യൂ കൊടുത്ത് എടാ ഞാനൊരു കാര്യം പറയട്ടെ, ആരും അങ്ങോട്ട് പോയിട്ട് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പോകത്തില്ല. ഇൻ കേസ് അങ്ങനെ പോയാലും ആ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഇൻ്റർവ്യൂ ചെയ്യൂ. പൊന്നു മോനെ, അവൾക്ക് വാല്യൂ ഉള്ളത് കൊണ്ടാണെന്നൊന്നും നീ പറഞ്ഞു കളയല്ലേ. പിന്നെ അവൾ പുറകെ പോയതായിരിക്കത്തില്ല. ഇവിടെ അവൾ ഇൻ്റർവ്യൂ കൊടുത്തതിലല്ല കുട്ടാ പ്രശ്നം, അവളുടെ വായിൽ നിന്ന് വീഴുന്നതിനാണ് പ്രശ്നം. നീ തന്നെ ഇവൻ്റെ ഈ വീഡിയോ ഫുള്ള് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവൻ ഒരിടത്ത് പറയുന്നുണ്ട് ഇതൊരു ഗെയിം ഷോ അല്ലേ, ഗെയിം ഷോ ആയിട്ട് എടുക്കാൻ. എടാ മോനെ, നമ്മൾ ഗെയിം ഷോ ആയിട്ട് എടുക്കാം. നീ നിന്റെ കൂട്ടുകാരിയോട് പറ ഈ കഴിഞ്ഞതൊരു ഗെയിം ഷോ ആയിരുന്നു, അത് വിട്. അല്ലാതെ ഇൻ്റർവ്യൂ കയറിയിരിക്കുമ്പം അവർക്ക് കണ്ടന്റ് വേണം, കാശ് കൊടുത്തിട്ടല്ലേ. വാല്യൂ, നീ പറയുന്ന വാല്യൂ കാശ് കൊടുത്തിട്ടൊക്കെ അല്ലേ. അപ്പം അവർ ചോദ്യങ്ങൾ ചോദിക്കും, മോക്ക് തലയ്ക്ക് പണി കിട്ടാത്ത രീതിയിലുള്ള ഉത്തരങ്ങൾ വേണം മോള് കൊടുക്കാൻ. പക്ഷെ അവിടെ ചെന്നിരുന്നിട്ട് കാഞ്ചാം കുഞ്ചോ അനുമോളുടെ കുറ്റവും വിളിച്ച് കൂവി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് മോനെ അത് ഗെയിം കഴിഞ്ഞു. പിന്നെ അതിനകത്തുണ്ടായിരുന്ന ഒരാളുടെ കുറ്റമായിരുന്നു കുത്തിയിരുന്ന് പറയേണ്ട കാര്യമുണ്ടോ? നിന്റെ കൂട്ടുകാരി അത് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് നാട്ടുകാരെടുത്ത് ഏറി കയറ്റിയത്. ഒരു സൈഡിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരുന്നപ്പോഴാണ് മറ്റേ ഒരു വീഡിയോ ക്ലിപ്പ് ഇറങ്ങിയത്, മൊത്തത്തിൽ അങ്ങ് പോയി. പിടികിട്ടിയോ? അത്രേ ഉള്ളൂ. അല്ലാതെ മറ്റേ നീ വന്നിരുന്ന് മെഴുകിയിട്ടൊന്നും കാര്യമില്ല അതിന്. കൂട്ടുകാരിക്ക് വേണ്ടി നിനക്ക് അവളോടുള്ള സ്നേഹത്തിൻ്റെ, ജെനുവിനായിട്ടുള്ള സ്നേഹത്തിൻ്റെ പുറത്താണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഐ റെസ്പെക്ട് ദാറ്റ്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, നിന്റെ കൂട്ടുകാർ തന്നെയാണ് ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കുന്നത്, ജനങ്ങളല്ല. പിടികിട്ടിയോ? ബാക്കി കേൾക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കമന്റ് ഇടുന്ന നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാത്തത് എന്തിന്? ഈ പറയണ എന്നെ ഇന്റർവ്യൂവിന് ആരെങ്കിലും ഒക്കെ വിളിക്കാത്തത്? എൻ്റെ മോനെ, നമ്മളെയൊക്കെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്യാൻ ഇരുത്തിയിട്ട് അനുമോളുടെ കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടേ അങ്ങനെയൊന്നും ആരും പറയത്തില്ലടേ. ഇച്ചിരി ബോധമുള്ള ആൾക്കാർ നോക്കി കണ്ട് മാത്രമേ സംസാരിക്കത്തുള്ളൂ. നിന്റെ ബിൻസി കൊച്ചിന് തീരെ ബോധമില്ലാന്ന് മനസ്സിലാക്കിയ ഓൺലൈൻ മീഡിയക്കാരാണ് വിളിച്ചിരുത്തി വീണ്ടും ഒരു ചാനലിൽ അവളുടെ ഇരുന്ന് കഥ പറയുന്നു. അപ്പൊ തന്നെ അവർക്ക് കുറെ തെറി കേൾക്കുന്നു, ഉടനെ അടുത്ത ചാനലുകാർ ഇത് കാണും. ഓക്കെ, അവളെ വിളിക്കാം, വീണ്ടും തെറി പറയാനുള്ള ആൾക്കാർ ഇവിടെ വരും, റീച്ച് ആയിക്കോളും ഞങ്ങൾക്ക്. അവർ വിളിക്കും കാശും കൊടുത്തിട്ട്, ഇവള് പിന്നെ ചാടിക്കറി അവിടെ ചെല്ലും. ആ മണ്ടത്തരമൊന്നും ആരും കാണിക്കത്തില്ല മോനെ. നിന്റെ ആർജ ബിൻസി മോളെ ചെയ്യത്തുള്ളൂ. അത് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും നീ ചെന്ന് പറ മിണ്ടാതിരിക്കാൻ അതിനോട്, മനസ്സിലായില്ലേ? അതിന്റെ യൂട്യൂബ് വീഡിയോ ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോവുക. ഈ മറ്റുള്ളവരെ കുറ്റം പറയാനും കമന്റ് ബോക്സിൽ വന്നുള്ള കമന്റ് അടി, അതൊന്നും ആ കൊച്ചിനെ അറിയത്തില്ലടേ. അത് വന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിനെ തന്നെ തിരിച്ച് കുത്തലായി മാറും. അതൊന്ന് പറഞ്ഞു കൊടുക്ക് കൂട്ടുകാരൻ, കേട്ടോ? നമുക്ക് ബാക്കി കേൾക്കാം കൂട്ടുകാരന്റെ മെഴുകിൽ. വേണ്ടടേ, അവരെ വേണം. ബിക്കോസ് അവർ റീച്ചാണ്, അവർ ക്ലിക്ക് ബൈറ്റാണ്, അവരൊക്കെ തംബ്നെയിലാണ്, ടൈറ്റിലാണ്, ആ ഒരു വാല്യൂ ഉള്ള ആൾക്കാരായതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്കൊരു പോഡ്കാസ്റ്റ് ഉണ്ട്, ആ പോഡ്കാസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിനകത്ത് RJ ബിൻസി വന്നിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് തന്നെ ഞാൻ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു. മോനെ, നീ ഇപ്പം ഈ RJ ബിൻസി ആരും തെറിവല്ലേ പാപമാണേ എന്നും പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്യുന്ന ഈ വീഡിയോയിൽ താഴെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. എല്ലാവരും പോയി കാണണേ. നമ്മുടെ പോഡ്കാസ്റ്റിൽ അവൾ വന്നിട്ടുണ്ടായിരുന്നേ എന്ന് പറയുന്നതിൻ്റെ അത് എന്തിനാ നീ അത് പറയുന്നത്? വേറൊന്നിനും വേണ്ടിയിട്ടല്ലല്ലോ. ആൾക്കാർ അതും കൂടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് കുറച്ചും കൂടെ ഗുമ്മ കിട്ടും, കുറച്ച് ഡോളേഴ്സ് കയറും, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ RJ ബിൻസിയോടുള്ള സ്നേഹം മൂത്തിട്ടോ നാട്ടുകാരോടുള്ള സ്നേഹം മൂത്തിട്ടോ ഒന്നും അല്ലല്ലോ. അത് കൂടെ എൻ്റെ കുഞ്ഞൊന്ന് പറയണം, അത്രേ ഉള്ളൂ. ഇന്റർവ്യൂവിൽ ഇതിനെയൊക്കെ വിളിച്ചിരുത്തുന്ന മറ്റേ ഓൺലൈൻ മീഡിയക്കാർക്ക്, മനസ്സിലായില്ലേ? അല്ലാതെ അവർക്ക് ഇവളോടുള്ള സ്നേഹം മൂത്തിട്ട് ഇവള് ഭയങ്കര സെലിബ്രിറ്റി അതുകൊണ്ടല്ല. പിടികിട്ടിയോ? അവൾക്ക് 10 തെറി കേൾക്കുന്ന സമയമാണ്. അവളെ വിളിച്ചിരുത്തി കഴിഞ്ഞാൽ അവളുടെ വായിൽ നിന്ന് വീണ്ടും എന്തെങ്കിലും വിടുവായത്തരം വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്തു വെച്ച് ജനങ്ങൾ ആഘോഷിക്കും. ഏത് വീഡിയോ ആണോ വിളിച്ചിരുത്തിരിക്കുന്നത്, ഇന്റർവ്യൂ എടുപ്പിക്കുന്നത്, അവർക്ക് കാശ് കിട്ടൂടെ, അത്രേ ഉള്ളൂടെ. അല്ലാതെ നിന്റെ ബിൻസി ചേച്ചിയുടെ താരജാട കണ്ടിട്ടോ ഒന്നും അല്ല. പിടികിട്ടിയോ? ബാക്കി നമുക്ക് കാണാം. അപ്പോൾ ആ പോഡ്കാസ്റ്റിൽ ഇത്രയും തിക്ക് ഫ്രണ്ട്സ് ആയിട്ട് എന്നെ കൊണ്ടുവരാനായിട്ട് എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ? ബിക്കോസ് സമയമില്ല. അമ്മാതിരി പ്രോഗ്രാംസും അമ്മാതിരി ഷൂട്ട്സും പ്രൊമോഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ വന്ന് ആളങ്ങ് ബിസി ആവുമല്ലേ. അത് എടാ ഞാനൊന്നും കാണുന്നില്ലടേ. പ്രൊമോഷനൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ടോ ബിൻസി? എനിക്ക് അറിയാൻ പാടില്ല. അറിയാത്ത കാര്യത്തെ വെച്ചിട്ട് നമ്മൾ അവളെ കളിയാക്കുന്നത് ശരിയല്ല, ഞാനത് ചെയ്യത്തുമില്ല. പക്ഷെ ഞാനൊന്നും കാണാറില്ല കേട്ടോ. പിന്നെ ഈ ഒരുപാട് പ്രൊമോഷൻസും ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസും ഇന്റർനാഷണൽ പ്രോഗ്രാംസും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ചേച്ചി കണ്ട ഇന്റർവ്യൂ കയറിയിരുന്ന് അവരാധം പറയാനിരിക്കുന്നത്? ആ പ്രൊമോഷനും ഷോസും ഒക്കെ ആയിട്ടൊക്കെ ജീവിച്ചാൽ പോരെ? എന്തിനാണ് ആ ഷോ കഴിഞ്ഞിട്ടും ആ ഷോയിലെ ഒരു കണ്ടസ്റ്റന്റിനെ പറ്റി വന്നിരുന്ന് കുറ്റം പറയാൻ നിൽക്കുന്നത്? അവള് കുറ്റം പറയും, അത് നമ്മൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം. അവളുടെ എന്തെങ്കിലും ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുകാരത് ചൂണ്ടിക്കാണിച്ച് അയ്യ നാണോ ഇല്ലടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നം. അത് കാണുമ്പോൾ അവക്ക് കരയാം. അവൾ കണ്ട ഇന്റർവ്യൂ കയറിയിരുന്ന് അപ്പുറം നിൽക്കുന്ന ഒരു പെങ്കൊച്ചിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവക്ക് കരയാൻ പാടില്ല. ഇനി അത് അവള് കരഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ണീരല്ല, അത് ഡ്രാമ.
ആ പരിപാടിയോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത്രേ ഉള്ളൂ മോൻ. അതും കൂടെ അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഇന്റർവ്യൂവിൽ കയറിയിരുന്ന് ഇന്റർവ്യൂ ഓക്കെ, അവള് വലിയ ടീം ആയതുകൊണ്ട് വിളിച്ചെടുത്തി കൊടുക്കുന്നു, പക്ഷെ അവിടെ അവള് പറയുന്ന കാര്യങ്ങൾ അതിനെ പറ്റിയിട്ടും കൂടെ മോനൊന്ന് സംസാരിക്കണമായിരുന്നു. നമുക്ക് ബാക്കി കാണാം. ബിൻസിയുടെ കാര്യം മാത്രമല്ല, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഓൾമോസ്റ്റ് എല്ലാവരുടെയും അവസ്ഥ അതൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തുമാത്രം കഷ്ടപ്പെട്ടെ എനിക്കറിയാം. അങ്ങനെ ബിസി ആയിട്ടുള്ള ഒരാൾ വെറുതെ അങ്ങോട്ട് പോയി ഇൻ്റർവ്യൂ കൊടുക്കുമെന്ന് എനിക്ക് തോന്നണില്ല. എന്തായാലും എല്ലാം കൂടെ കൊണ്ടും ഇങ്ങനെ ഏറിക്കയറ്റി വിട്ടിട്ടുണ്ട്. എടേ വെറുതെ കയറ്റി വിട്ടതല്ലടേ ഏറി. പിന്നെ അവള് വെറുതെ പോയി ഇന്റർവ്യൂ കൊടുത്തതല്ല, അവള് തന്നെ പറയുന്നുണ്ട്, നിന്റെ കൂട്ടുകാർ തന്നെ പറയുന്നുണ്ട് മോനെ നല്ല രീതിയിൽ കാച്ച് മേടിച്ചിട്ട് അവിടെ പോയിരുന്നേന്ന്. മനസ്സിലായില്ലേ? അപരാധം പറയാനായിട്ട്, അപവാദം പറഞ്ഞ് പരത്താനായിട്ട് നല്ല രീതിയിൽ കാശ് മേടിച്ചിട്ടാ കൊച്ചു പോയിരുന്നത്. അതുകൊണ്ടാണ് കൊച്ചിന്റെ കർമ്മ തിരിച്ചടിച്ചിട്ട് ഇപ്പൊ പണി കിടന്ന് വിറച്ചോണ്ടിരിക്കുന്നത്. പിടികിട്ടിയോ മോനെ? അതും കൂടെയൊക്കെ ഒന്ന് ആലോചിക്കുക, എന്നിട്ട് പറ. അവളായിട്ട് പോയതായിരിക്കത്തില്ല ഇന്റർവ്യൂവിന്, കയ്യും കാലും പിടിച്ച് കെട്ടിയിട്ട് കൊണ്ടുപോയതല്ല. നല്ല ചുള എണ്ണി മേടിച്ചിട്ടാ പോയത്. മനസ്സിലായോ? അത് നിന്റെ കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ട്, നീ അതും കൂടെയൊക്കെ ഒന്ന് പോയി കാണടേ. അല്ലാതെ ചുമ്മാ വന്ന് നിന്റെ കൂട്ടുകാരിയാണെന്നും പറഞ്ഞ് അവള് നിന്റെ പോഡ്കാസ്റ്റ് വന്നെന്നും പറഞ്ഞ് അവളെ അങ്ങോട്ട് എടുത്ത് തലയിലെടുത്ത് പൊക്കി വെച്ച് ഡാൻസ് കളിക്കല്ലേ മോനെ, നീ നാറിപ്പോകും, പുഴുത്തു പോകും. എനിക്ക് അത്രേ ഉള്ളു പറയാൻ. പ്രത്യേകിച്ച് RJ ബിൻസി, ചൈത്യ, ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ നിൽക്കുമ്പോൾ മൊത്തത്തിൽ അവർ കാണിച്ചു വെച്ചതും അവരിപ്പോൾ ഈ പറയുന്നതും ഒക്കെ ഒന്ന് നമ്മൾ നോക്കി വെച്ചേക്കണം. എന്നിട്ട് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അതിനകത്ത് ഒന്നും പറയത്തില്ല. പക്ഷെ മൊത്തത്തിലെല്ലാം ഒന്ന് വാല്യൂ ചെയ്ത് നോക്കി വെച്ചേക്കണം കേട്ടോ. ഇവരെന്തൊക്കെയാ പറഞ്ഞു വെച്ചേക്കുന്നതെന്ന് ബാക്കിയും കൂടെ കാണാം. അത്ര കയറിക്കയറ്റി വിടേണ്ട ആവശ്യമുണ്ടെന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇൻ കേസ് അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, വിട്ടോ. ആ പാവപ്പെട്ട അവളുടെ ചാച്ചൻ, അവളുടെ അച്ഛൻ വെറും പാവ മനുഷ്യനാണ്, എനിക്കറിയാവുന്നുള്ളൊരു മനുഷ്യനാണ്. ആ പുള്ളിക്കാരനെ ഇറങ്ങിക്കയറ്റി. നിനക്കറിയാമെന്നും പറഞ്ഞു ഞങ്ങളിപ്പോൾ എന്നാ വേണം? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക മോനെ. അവളുടെ അച്ഛനെ ഒന്നും ജനങ്ങളല്ല ഏറി കയറ്റി വിട്ടത്, അത് അവള് തന്നെയാണ്. മനസ്സിലായോ? നിന്റെ RJ പിൻസിമോള് തന്നെയാണ് സ്വന്തം അപ്പനെ ഏറി കയറ്റി വിട്ടത്. പിടികിട്ടിയോ? അവള് തന്നെയാണ് കണ്ട ഇന്റർവ്യൂ വന്നിട്ട് അയ്യോ ചാച്ചൻ്റെ ഓട്ടോ, അയ്യോ ചാച്ചൻ്റെ ഓട്ടോ, അയ്യോ ചാച്ചൻ്റെ ഓട്ടോ. എന്ത് കാര്യത്തിനാ? വല്ല ആവശ്യമുണ്ടോ? അവൾ കുറേ ആയിട്ട് ഈ ബിഗ് ബോസിന് മുമ്പ് തന്നെ അവളുടെ 1-2 ഇന്റർവ്യൂ എന്തോ പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. ഈ കഴിഞ്ഞ ദിവസമാണ് കണ്ടത്. അതിനകത്തും ഇത് തന്നെ പറയുന്നത്, ചാച്ചൻ്റെ ഓട്ടോ. എന്ത് കാര്യത്തിന്? ഇവളെന്തിനാണ് ഇവളുടെ അച്ഛൻ്റെ തൊഴിലിനെ എടുത്തോണ്ട് വന്ന് സംസാരിക്കുന്നത്? എന്ത് കാര്യത്തിന്? ഇവിടെ ഇപ്പോൾ നമ്മുടെ അപ്പാനി ശരത്ത്, പുള്ളി സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളാണ്. പുള്ളി എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കറിയത്തില്ല. അനിമോൾ ചെയ്തിട്ടുണ്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. സീരിയൽ അഭിനയം, പോട്ടെ, അതൊക്കെ വിട്. പക്ഷെ ഇവിടെ അവർ പറയുന്നത് ഓക്കെ, ബിൻസി RJ ആണെന്ന് പറഞ്ഞ് നിന്നങ്ങ് തുള്ളു. വീട്ടിലിരിക്കുന്ന അപ്പൻ്റെ ഓട്ടോയൊക്കെ ഇവിടെ എടുത്തോണ്ട് വരുന്ന കാര്യം എന്താണ്? അത് എടുത്തോണ്ട് വരുമ്പോൾ നാട്ടുകാർ പിന്നെ അവത്തലിട്ട് കൊട്ടും. അപ്പൊ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ലടാ പൊന്നുപോലെ, നീ അത് മനസ്സിലാക്കണ്ടേ. അപ്പൊ നീ പിന്നെ വന്നിട്ട് അയ്യോ അവളുടെ അപ്പനെ ഏറി കയറ്റി വിട്ട്, ആരെ ഏറി കയറ്റി വിട്ട്? അവളായിട്ട് തന്നെ ആ പാവം മനുഷ്യനെ ഏറി കയറ്റാൻ കൊണ്ട് നിർത്തി കൊടുത്ത്. അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെ പറയാൻ തോന്നുള്ളൂ. അതല്ലാതെ പുള്ളിയോട് എനിക്ക് പ്രത്യേകിച്ച് നമ്മൾ പുള്ളിയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല അത്യാവശ്യം ബോധമുള്ള ആരും പുള്ളിയൊന്നും പറയാൻ പോകത്തില്ല. പക്ഷെ ഇവളായിട്ട് തന്നെ നമ്മൾ ആരും അങ്ങോട്ട് പോയി RJ ബിൻസിയുടെ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചറിഞ്ഞ് അപ്പുറത്തെ വീട്ടിൽ പോയി തിരക്കിയിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് സംസാരിച്ചിട്ടില്ല. ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് 99% എനിക്കത് ചെയ്യുന്നതിനോട് താല്പര്യമില്ല. പക്ഷെ ആരെങ്കിലും അവരായിട്ട് തന്നെ വന്ന് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടാക്കുമ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ഇട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ എന്തു പറയാനാ? സംസാരിക്കും, കോണ്ടന്റ്, അത്രേ ഉള്ളൂ. നീ ഇപ്പം നിന്റെ കൂട്ടുകാരിയെ കോണ്ടന്റ് ആക്കിയില്ലേ, അതുപോലെ തന്നെ. മനസ്സിലായോ? ബാക്കി അത് കഴിഞ്ഞിട്ട് അവളുടെ അമ്മയെ ഇറക്കറ്റി. അനിയത്തി അധികം ഞാൻ കണ്ടിട്ടില്ല. ഫാമിലി കംപ്ലീറ്റ് ഇങ്ങനെ സൈബർ അറ്റാക്ക്. ഇതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തത്? ഒരു ബിഗ് ബോസിൽ പോയി ഒരു 14 ദിവസം നിന്നതാ, അല്ലെങ്കിൽ അവിടെ പോയി ഗെയിം കളിച്ചതാ? ഇതൊക്കെ ഒരു തെറ്റാണെന്ന് എനിക്ക്. ഇവനെ പോലുള്ള വേട്ടാവളിയന്മാരാണ് ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ടുവന്നിടുന്നത്. അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. RJ ബിൻസിയുടെ അപ്പനെ ഏറിലാണ് പുള്ളി, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പുള്ളിയുടെ ഈ ചാച്ചൻ്റെ ഓട്ടോ കേസിൽ പുള്ളി മേളില, ഓക്കെ. പക്ഷെ ബിൻസിയുടെ അമ്മയൊക്കെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരക്ഷരം പോലും അങ്ങനൊന്നും മിണ്ടിയിട്ടില്ല. സഹോദരിയോ നമ്മൾ മിണ്ടിയിട്ടില്ല. ഞാൻ ആരും പറഞ്ഞും കേട്ടിട്ടില്ല. നീയൊക്കെ എവിടുന്നാണ് ഇതൊക്കെ ഈ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത്? നീ കൂട്ടുകാരനല്ലേ? നീയായിട്ട് അവരുടെ അമ്മയൊക്കെ പിടിച്ച് ഇതിനകത്ത് ഇടുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാനല്ലാതെ ഒന്നും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇനി അധികം വൈറലാവാത്ത കാര്യത്തെപ്പറ്റി നീ കൂടുതൽ വന്നിരുന്ന് സംസാരിക്കാതിരിക്കുക. സംസാരിച്ച് വീണ്ടും അതിനെപ്പറ്റി പറയാത്ത ആൾക്കാരിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ആ ഒരു പരിപാടി ചെയ്യാതിരിക്കണം മോനെ.
അറ്റ്ലീസ്റ്റ് സുഹൃത്തായതുകൊണ്ട് അതിനോട് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ നിനക്ക് നീ എന്താ വേണമെന്ന് വെച്ചാൽ കാണിക്കും തേങ്ങയൊക്കെ ബാക്കി. എന്തായാലും ഒന്നുകൂടെ പറയാനുള്ളൂ, ഇതൊരു ഗെയിം ഷോ ആണ്. സോ ഗെയിം ഷോയെ ഗെയിമായിട്ട് തന്നെ എടുക്കുക, അല്ലാണ്ട് പേഴ്സണലി പച്ച അപരാധമാണ് നിന്നോട് എനിക്ക് പറയാൻ തോന്നുന്നത്. നീ ഈ പറഞ്ഞ സാധനം നിന്റെ കൂട്ടുകാരിയോട് പോയി പറ. ഇതൊരു ഗെയിം ഷോ ആണ്, ഇതിനെ മറ്റേ പേഴ്സണലായിട്ട് എടുക്കരുത്, കണ്ട ഇന്റർവ്യൂകളിൽ കയറി ഇരുന്ന് കൂടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസിനെ ഇട്ട് അവരാധിക്കരുത് എന്ന് നീ നിന്റെ കൂട്ടുകാരിയോട് പോയി പറ ഫസ്റ്റ്. അവളാണ് ഈ സീസൺ കഴിഞ്ഞതിന് ശേഷം കണ്ട ഇന്റർവ്യൂവിൽ കയറി ഇരുന്ന് വേറെ ഒരു കണ്ടസ്റ്റന്റ് പോലും ആ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാൾ പോലും. ഈ റീ എൻട്രിക്ക് കയറുന്നതിന് മുന്നേ ശൈത്യൊക്കെ ആണെങ്കിൽ പോലും ഉണ്ടായിരുന്നതേ, പക്ഷെ അതിനുശേഷം ഇപ്പൊ അതിനൊന്നും കാണാനേ ഇല്ല. ഒരാളെ കുറ്റം പറഞ്ഞ് അതുപോലും കാണുന്നില്ല. നിന്റെ പിൻസിമോള് മാത്രമാണ് ആ വൃത്തികെട്ട പരിപാടിയായിട്ട് ഒരു 1-2 ആഴ്ച ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നുകൊണ്ടിരുന്നത്, മനസ്സിലായില്ലേ? ഇപ്പൊ എന്തേ നിർത്തിയത്? അണ്ണാക്കിൽ അടിച്ച് കിട്ടിയില്ലേ? കാണിച്ചു കൂട്ടിയതിനെല്ലാം കിട്ടി ഒരു ഒറ്റ വീഡിയോ ക്ലിപ്പില്, മനസ്സിലായോ? ഇപ്പൊ ഒന്നും മിണ്ടാനില്ല, തീർന്നു. എന്തു പറയും? എന്തേ നീ തിരിച്ച് റിയാക്ട് ചെയ്യാഞ്ഞത് അങ്ങനെ ഒരു പുരുഷൻ കൈവച്ചപ്പോൾ എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് പേര് അങ്ങോട്ട് ചോദിക്കുവടേ, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നീ നിന്റെ പ്രിൻസിപ്പളോട് ചിലപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വരുമായിരിക്കും. ഇപ്പം ഇതെല്ലാം കണ്ട് മറ്റേ കിളി പോയി ഇരിക്കുമായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അടുത്ത കഥയും കൊണ്ട് വരും. ആ കഥയും കൊണ്ട് ഇറങ്ങരുത്, നീ പോയി നിന്റെ കൂട്ടുകാരിയോട് പറ. പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് കേട്ടൊടുങ്ങും. ഇല്ലെങ്കിൽ പിന്നെയോ ഓരോന്ന് കുത്തിപ്പൊങ്ങി വരും. ആ അപ്പാനി പുള്ളിക്ക് കുടുംബം, വൈഫ്, അറിയാലോ ഏത് സിറ്റുവേഷനിലാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയുന്നതാ, വിട്ടുകളയുക, മനസ്സിലായോ? പിന്നെ മറ്റുള്ളവരെ ഈ സീസണിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ശൈത്യമാണെങ്കിൽ പോലും ഇന്റർവ്യൂവിലൊന്നും കയറിയിരുന്നു 1-2 ഇന്റർവ്യൂ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ, എനിക്ക് വലിയ ഓർമ്മയില്ല. പക്ഷേ ഈ ഓൺലൈൻ മീഡിയക്കാർക്ക് ബൈറ്റ് കൊടുത്തപ്പോൾ പോലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ റീ എൻട്രിക്ക് ശേഷം ഈ സീസൺ ഫിനാലെ കഴിഞ്ഞതിന് ശേഷം ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ ഫ്രണ്ടിലും വരുന്നില്ല, ഒരു ഇന്റർവ്യൂവും കൊടുത്തില്ല. കാരണം കൊടുത്തു കഴിഞ്ഞാൽ അറിയാം സ്വന്തമായിട്ട് നാറും. വന്നിട്ടില്ല. നീ ആർച്ച പിൻസിമോൾ അതിനെയൊക്കെ അങ്ങോട്ട് പിന്നെ RJ ബിൻസിമോൾ 24 hours ഫണ്ടെന്നും പറഞ്ഞങ്ങോട്ട് ഇറങ്ങി. തീർന്നു കിട്ടിയല്ലോ. മിണ്ടാതെ ഇനി ഇരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. കുഞ്ഞിൻ്റെ വീഡിയോ ഒക്കെ യൂട്യൂബ് ചാനലിൽ ഇട്ട് അങ്ങ് പോവുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ കൂടുതലായിട്ടുള്ള വേറെ പ്രശ്നങ്ങളൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കുഞ്ഞു ക്ലിപ്പും കൂടെ ഈ കൂട്ടുകാരമ്മ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാമേ. പേഴ്സണലി എടുത്തത് ഒരു എന്തുമാത്രം സൈബർ അറ്റാക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാണ് ആ വീഡിയോ ക്ലിപ്പ് ഓരോരുത്തന്മാരൊക്കെ കാട്ടിക്കൂട്ടിയിട്ടേക്കുന്നത്, അതിനെ സ്ലോ മോഷനും അടിച്ച് കയറ്റി. സ്ലോ മോഷനും അടിച്ച് കയറ്റി ഞാനും കണ്ടു, നമ്മളും റിയാക്ട് ചെയ്തതാണ്. പക്ഷെ അത് എവിടുന്ന് ഉത്ഭവിച്ച സാധനമാണെന്ന് നമുക്ക് അറിയത്തില്ല. കുറേ 10-15 പേരൊക്കെ പോയി നിന്ന് എടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്, നമുക്ക് അറിയാൻ പാടില്ല. എന്താണെങ്കിലും ആ വീഡിയോ ക്ലിപ്പ് അത് ആരെടുത്തതാണെങ്കിലും അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. അത് തെമ്മാടിത്തനം തന്നെയാണ് എടുത്തവൻ. ആ ചെയ്ത ആക്ടിന് പുറകിലുള്ളത് എന്താണെന്നും നമുക്ക് അറിയാൻ പാടില്ല. പക്ഷെ എന്താണെങ്കിലും അത് വേറൊരുത്തൻ ഇങ്ങനെ ഫോൺ ക്യാമറ വെച്ചെടുത്തത് അത് നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ലടേ. ഞാൻ ഈ പറഞ്ഞ മൊത്തം എൻ്റെ അഭിപ്രായമാണ്. പ്രിയ പ്രേക്ഷകരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്തൊരു കണ്ടന്റുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം. ബിഗ് ബോസ് ഒക്കെ വിട്ടിട്ട് സോഷ്യൽ ഒരു കണ്ടന്റ് കിട്ടാൻ നിങ്ങളും പ്രാർത്ഥിക്കും. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.